എന്താ സാറേ? എന്താണ് തൻ്റെ പേര്? ആരുണ്ണ സാറേ? ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കട ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണം. അതിനെന്താ സാറേ, സെർച്ച് ചെയ്തു. എന്താണോ ഇത്? അറിയില്ല സാറേ. അപ്പൊ ഇതാണ് നിന്റെ പരിപാടിയില്ലേ? ഞാനല്ല സാറേ. വാടാ ഇവിടെ. കെട്ടിയോൻ പോയപ്പോഴും പിടിച്ചു നിന്നവളാ പാവം. എളുപ്പ വഴിക്ക് മോൻ കച്ചവടം നടത്തിയതാവും, അങ്ങനെ കാശുണ്ടാക്കാൻ. എന്തൊക്കെയായാലും ഒരു അന്തസ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും പോയി കിട്ടി. ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ആയിപ്പോയില്ലേ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ നാം ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നാം ഇന്ന് സ്വതന്ത്രരാണ്. എന്നാൽ ഇന്നത്തെ യുവതലമുറ ലഹരിയുടെയും മറ്റു പലതിൻ്റെയും തടവറയിൽ അടിമപ്പെട്ട് കിടക്കുകയാണ്. ആ കെണികളിൽ ഒന്നും പെടാതെ സ്വതന്ത്രമായി ജീവിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദേ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അത് ആരോണ്ട് അനിയനല്ലേ? ഇത് എച്ചമ്മിനെ അറിയിക്കാൻ നല്ലത്. ടീച്ചർ അറിഞ്ഞില്ലേ കഞ്ചാവ് കേസിൽ ആരോണിനെ പോലീസ് പിടിച്ചത്? ചേട്ടന്റെ വഴി തന്നെയാണല്ലോ അനിയനും. എന്ത് നല്ല കുട്ടികളായിരുന്നു. ഇവരിങ്ങനെ മാറുന്നത് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ട് വേണം എല്ലാറ്റിനെയും പൊക്കാൻ. എല്ലാം നല്ല പിടിപ്പുള്ളോർത്തിയല്ലേ. സാറ് ശ്രദ്ധിച്ചോ? ഷാരോണും കൂട്ടരും എന്തോ ഒരു ഗൂഢാലോചന. അവരുടെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. ഷാരോണിന്റെ ചേട്ടനെ വെറുതെയല്ല പോലീസ് പൊക്കിയത്. സാറേ, ആ വീടിനോടുള്ള സാറിന്റെ സഹതാപമൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഷാരോണിന്റെ കൂട്ടുകൂടിയപ്പോഴാ ആ നല്ല പിള്ളേരും കൂടി ഇങ്ങനെയായി പോയത്. ഷാരോന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയണത്? ആ അതെ അതെ. ക്ലാസ്സിലിരിക്കുമ്പോഴും അവന്റെ ശ്രദ്ധ വേറെ ലോകത്താ. എന്താ ചെയ്യാ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ ടീച്ചറെ, വ്യക്തമായ തെളിവ് കിട്ടിയിട്ടല്ലേ കുടഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാവും. അല്ലേ മാഷേ? ആ അതന്നെയാ അതിൻ്റെ ശരി. കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. പൈസ കൊണ്ടുണ്ടാ? ഹലോ. ആ പിള്ളേർക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? ആ ഓക്കെ.
പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ 3 കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ഇവർ സ്കൂളിൻ്റെ അഭിമാനമായത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ചേട്ടാ ഒരു ബിസ്ക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക്. എത്രയായി? 40. ചേട്ടാ 2 മാ. എത്രയാ? 20 രൂപ. തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായ ആപത്ത് മനസ്സിലാക്കിയപ്പോൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടി അതിനെ കണ്ടെത്തുവാൻ കാണിച്ച ധീരതയ്ക്കാണ് ഈ ആദരവ്.